ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നില്ല. ഇനി വീണ്ടും ഒരു മണ്ഡലത്തിൽ പൂർണ്ണമായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന് പിന്നിലുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് മമതാ ബാനർജിയും തൃണമൂൽ ഗുണ്ടകളും തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തു വന്നൊരു വാർത്തയുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ ഫാൽറ്റ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്ന മെഷീനുകളിലെല്ലാം തന്നെ BJP ചിഹ്നത്തിൽ സെല്ലോട്ട് പൊട്ടിച്ച് അത് വോട്ട് ചെയ്യാൻ കഴിയാത്ത വിധം തന്നെ ആക്കി വെച്ചിരുന്നു പല ബൂത്തുകളിലും. മറ്റു ചില ബൂത്തുകളിൽ ഈ BJP ചിഹ്നത്തിന് മുകളിൽ അത്തർ, വിക്സ് തുടങ്ങിയവ പുരട്ടിയിരുന്നു. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്യുന്നവരുടെ വിരല് പുറത്തുള്ള TMC പ്രവർത്തകർ മണപ്പിച്ചു നോക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതായത് ഫലം വന്നു കഴിയുമ്പോൾ നിങ്ങളെ കൊന്നുകളയുമെന്നുള്ള ഭീഷണിയാണ്. അങ്ങനെ വളരെ വ്യാപകമായ രീതിയിൽ ക്രമക്കേടും മറ്റും ചെയ്തത് മൂലമാണ് വീണ്ടും ഫാൽറ്റയിൽ റീപോളിംഗ് വേണ്ടി വന്നത്. 285 ബൂത്തുകളിൽ റീപോളിംഗ് ആണ്. അവിടെ മെയ് 21 തെരഞ്ഞെടുപ്പ് നടത്തും. ഏതായാലും ധൃതി പിടിച്ചൊന്നും അവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു. മെയ് 21 അവിടെ റീപോളിംഗ് നടക്കുക. മെയ് 24 അവിടെ ഫലം വരുന്നത്. ഏതായാലും ഉടനടി അവിടെ തെരഞ്ഞെടുപ്പ് ഇല്ല എന്നുള്ളതിൽ ഒരു വലിയ സന്തോഷം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. കാരണം എല്ലായിടത്തും നടന്നത് പോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും അവിടെ ചില ബൂത്തുകളിൽ റീപോളിംഗ് നടന്നു. ഇപ്പോൾ ഇതാ ഒരു മണ്ഡലത്തിൽ വീണ്ടും റീപോളിംഗ് നടക്കുക. ഏതായാലും ആ മണ്ഡലം കൊണ്ട് മാത്രം ഒരു ഭരണം പിടിക്കാനൊന്നും വെസ്റ്റ് ബംഗാളിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ മെയ് 21 നടന്നാലും അതിന്റെ ഫലം എന്ത് തന്നെയായാലും അത് ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയുമില്ല. പക്ഷെ ഒന്നുണ്ടാക്കും. കാരണം ഇതുപോലെയുള്ള ബൂത്ത് പിടുത്തങ്ങളും ഗുണ്ടായുസത്തിനും അറുതിയാകുന്ന ഒന്നായിരിക്കും ഫാൽറ്റ നിയമസഭ റീപോളിംഗ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.